TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +2 സുവോളജി മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്കുകളുടെ റിവിഷൻ വീഡിയോയാണിത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നു. DNA എന്ന് പറയുന്ന മോളിക്യൂള്, അതിൻ്റെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേര് ഓർക്കേണ്ടതുണ്ട്. വാട്സൺ ആൻഡ് ക്രിക്ക്. ഓർമ്മിക്കുക, DNA-യുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റുമാരാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. ഇനി DNA-യുടെ സാലിയൻറ്റ് ഫീച്ചേഴ്സാണ് നോക്കാനുള്ളത്. സാലിയൻറ്റ് ഫീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. റൈറ്റ് 2 or 3 സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് DNA എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാവുന്നതാണ്. എന്തൊക്കെയാണ് സാലിയൻറ്റ് ഫീച്ചേഴ്സ്? ഇറ്റ് ഈസ് മേഡ് ഓഫ് 2 polynucleotide chains where the backbone is constituted by sugar phosphate and the bases project inside. DNA-യുടെ ബാക്ക് ബോൺ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂൾ കൊണ്ടാണ്. ബേസസ് അകത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. രണ്ടാമത്തേത്, the 2 chains have anti-parallel polarity. It means if one chain has the polarity 5' to 3', the other chain has 3' to 5'. ചെയിനിന് ആൻറ്റി പാരലൽ പൊളാരിറ്റി ആണ്. ഒരു ചെയിന് 5' to 3' ഓറിയൻറ്റേഷനിലാണെങ്കിൽ അടുത്ത ചെയിന് 3' to 5' ഓറിയൻറ്റേഷനിലായിരിക്കും. മൂന്നാമത്തത്, the bases in 2 strands are paired through hydrogen bond. Forming base pairs, adenine forms 2 hydrogen bonds with thymine from opposite strand. Similarly, guanine is bonded with cytosine with 3 hydrogen bonds. Adenine thymine base pair 2 ഹൈഡ്രജൻ ബോണ്ടാണ് AT ബേസ് പെയർ എന്ന് പറയുന്നത്. അതുപോലെ CG ബേസ് പെയർ എന്ന് പറയുന്നത് 3 ഹൈഡ്രജൻ ബോണ്ടാണ്. അപ്പോൾ ഈ ഒരു ഫിഗർ തന്നിരുന്നിട്ട് ഇവിടെ നൈട്രജൻ ബേസുകൾ എഴുതാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ ബ്ലാങ്ക് തന്നിരിക്കും. ഇവിടെ അഡിനൈൻ്റെ സ്ഥാനത്ത് ബ്ലാങ്ക് തന്നിരുന്നിട്ട് അവിടെ എന്താണെന്ന് പൂരിപ്പിക്കാൻ ചോദിക്കാം. അതുപോലെ തൈമിൻ്റെ സ്ഥാനത്ത് ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിട്ട് ആ രീതിയിൽ ഇവിടെ ഗുവാനൈൻ്റെ സ്ഥാനത്തോ സൈറ്റോസിൻ്റെ സ്ഥാനത്തോ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ട് അത് ഏത് നൈട്രജൻ ബേസാണ് വരുന്നത് എന്നുള്ള ലെവലിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ അതുപോലെ ഇത് എന്ത് മോളിക്യൂളാണ് എന്നുള്ള ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇത് ഷുഗർ മോളിക്യൂളാണെന്നുള്ളത് ഓർമ്മിക്കണം. ഡിയോക്സി റൈബോസ് ഷുഗറാണ്. അതുപോലെ തന്നെ ഈ ഹൈഡ്രജൻ ബോണ്ട്, ഇവിടുത്തെ ഈ നെയിം ഓഫ് കെമിക്കൽ ബോണ്ട് വിച്ച് കണക്ട് ദിസ് നൈട്രജൻ ബേസ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അവിടെ ഹൈഡ്രജൻ ബോണ്ടാണെന്ന് ഓർമ്മിക്കുക. AT ബേസ് പെയർ 2 ഹൈഡ്രജൻ ബോണ്ട് കൊണ്ടും CG ബേസ് പെയർ 3 ഹൈഡ്രജൻ ബോണ്ട് കൊണ്ടുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ പിക്ചർ തന്നിരുന്നിട്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇത് ഫോസ്ഫേറ്റ് മോളിക്യൂള്, ഇത് ഷുഗർ മോളിക്യൂള്, ഇത് നൈട്രജൻ ബേസുകളാണ്, അഡിനൈൻ തൈമിൻ, അതുപോലെ ഇവിടെ ഗുവാനിൻ സൈറ്റോസിൻ. AT ബേസ് പെയർ 2 ഹൈഡ്രജൻ ബോണ്ട്, CG ബേസ് പെയർ 3 ഹൈഡ്രജൻ ബോണ്ട്. ഇനി അടുത്ത സാലിയൻറ്റ് ഫീച്ചർ വരുമ്പോൾ, the 2 chains are coiled in a right-handed fashion. The pitch of the helix is 3.4 nanometer and there are roughly 10 base pair in each turn. Consequently, the distance between a base pair in a helix is approximately equal to 0.34 nanometer. ഇപ്പോൾ 2 ചെയിനും റൈറ്റ് ഹാൻഡഡ് ഫാഷനിലാണ് കോയിൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹൈറ്റ്, ഒരു ചുറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3.4 നാനോമീറ്റർ ആണ്. അടുത്തടുത്തുള്ള 2 ബേസ് പെയറുകൾ തമ്മിലുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 0.34 നാനോമീറ്റർ ആണ്. The plane of one base pair stacks over the other in a double helix. ഒരു ബേസ് പെയർ മറ്റൊരു ബേസ് പെയറിൻ്റെ പുറത്ത് അടുക്കി വെച്ചിരിക്കുന്നത് പോലെയാണ് കാണുന്നത്. ആ രീതിയിൽ കാണുന്നത് കൊണ്ട് അഡീഷണൽ സ്റ്റെബിലിറ്റി ഉണ്ട്. ഹൈഡ്രജൻ ബോണ്ടിനെ കൂടാതെ ഇത് ഹെലിക്കൽ സ്ട്രക്ചറിന് അഡീഷണൽ സ്റ്റെബിലിറ്റി കൊടുക്കുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഒന്നുകൂടെ നോക്കൂ. ബാക്ക് ബോൺ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂൾ കൊണ്ടാണ്. 2 ചെയിനും ആൻറ്റി പാരലൽ പൊളാരിറ്റി ഉണ്ട്. ഒരു ചെയിന് 5' to 3' ആണെങ്കിൽ മറ്റേ ചെയിന് 3' to 5' ആണ്. ബേസസ് പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത് ഹൈഡ്രജൻ ബോണ്ട് കൊണ്ടാണ്. അഡിനൈന് 2 ഹൈഡ്രജൻ ബോണ്ട് കൊണ്ട് തൈമിനുമായിട്ട് കണക്റ്റ് ആകുന്നു. അതുപോലെ ഗുവാനിൻ സൈറ്റോസിനുമായിട്ട് 3 ഹൈഡ്രജൻ ബോണ്ട് കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ പിച്ച് എന്ന് പറയുന്നത് 3.4 നാനോമീറ്റർ ആണ്. റൈറ്റ് ഹാൻഡഡ് കോയിലാണ്. അതുപോലെ അടുത്തടുത്തുള്ള 2 ബേസ് പെയറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 0.34 നാനോമീറ്റർ ആണ്.
ഇനി ദ പ്ലെയിൻ ഓഫ് വൺ ബേസ് പെയർ സ്റ്റാക്സ് ഓവർ ദി അതർ ഇൻ ഡബിൾ ഹെലിക്സ്. ഒരു ബേസ് പെയർ മറ്റൊരു ബേസ് പെയറിൻ്റെ പുറത്ത് അടുക്കി വെച്ചിരിക്കുന്നത് പോലെ കാണുന്നുണ്ട്. ഇത് കൂടുതൽ സ്റ്റെബിലിറ്റി DNA-ക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇത് സാലിയൻ്റ് ഫീച്ചേഴ്സ്, ഇത്രയും സാലിയൻ്റ് ഫീച്ചേഴ്സ് നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് സെൻട്രൽ ഡോഗ്മ. അപ്പോൾ ഈ ഒരു ഫിഗർ തന്നിരുന്നിട്ട് പല സ്ഥലങ്ങളും ബ്ലാങ്ക് ഇട്ടിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്നത് ഫ്രാൻസിസ് ക്രിക്ക് പ്രപ്പോസ് ചെയ്തതാണ്. DNA-യിൽ നിന്നും RNA ഉണ്ടാകുന്നു, RNA-യിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാകുന്നു. അതാണ് സെൻട്രൽ ഡോഗ്മ. അപ്പോൾ ആ ഉണ്ടാകുന്ന പ്രോസസ്സുകൾ, DNA-യിൽ നിന്നും പുതിയ DNA ഉണ്ടാകുന്ന പ്രോസസ്സാണ് റെപ്ലിക്കേഷൻ. DNA-യിൽ നിന്നും RNA ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. RNA-യിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ഇവിടെ റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, ഈ പ്ലേസുകളൊക്കെ ബ്ലാങ്ക് ഇട്ടിട്ട് ഫില്ല് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഇനി പാക്കേജിങ് ഓഫ് DNA ഇൻ യൂക്കാരിയോട്സ്. യൂക്കാരിയോട്സിൽ DNA എങ്ങനെ പാക്ക് ചെയ്തിരിക്കുന്നു? അപ്പോൾ ഈ ഒരു ഫിഗർ കൊടുത്തിരുന്നിട്ട് ഇത് എന്തിൻ്റെ ഫിഗറാണെന്ന് ചോദിക്കാം. ഇതൊരു ന്യൂക്ലിയോസോമിൻ്റെ ഫിഗറാണെന്നുള്ള കാര്യം ഓർക്കുക. ഇവിടെ ഈ കാണുന്നതൊരു ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആണ്. DNA ഈസ് പാക്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സെറ്റ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് ബേസിക് പ്രോട്ടീൻസ് കാൾഡ് ഹിസ്റ്റോൺസ്. അപ്പോൾ DNA നെഗറ്റീവ് ചാർജുള്ള മോളിക്യൂളാണ്. DNA-യെ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടീനിന് ചുറ്റും ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു, ചുറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ കാണുന്ന ഹിസ്റ്റോൺ എന്ന് പറയുന്ന മോളിക്യൂള് ഒരു ഒക്ടാമർ സ്റ്റേജിലാണ് കാണുന്നത്. ഒക്ടാമർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 8 യൂണിറ്റുകൾ ചേർന്നാണ് കാണുന്നത്. 8 യൂണിറ്റുകൾ ചേർന്ന് ഒരു സിംഗിൾ യൂണിറ്റാണ്. അതാണ് ഈ ഹിസ്റ്റോൺ ഒക്ടാമർ. ഈ ഒരു ഡയഗ്രാം തന്നിരുന്നിട്ട് ഇത് മാർക്ക് ചെയ്യാൻ ചോദിക്കാം. ഇതെന്താണെന്നുള്ളത്, ഇത് ഹിസ്റ്റോൺ ഒക്ടാമർ ആണെന്നുള്ളത് ഓർക്കുക. ഇവിടെ ഈ ചുറ്റി വെച്ചിരിക്കുന്ന ഇത് DNA മോളിക്യൂളാണ്. ഇത് കോർ ഓഫ് ഹിസ്റ്റോൺ മോളിക്യൂളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് പരസ്പരം DNA-യെ കണക്ട് ചെയ്യുന്ന ലിങ്കർ പ്രോട്ടീൻസ് ആണ്. അതാണ് H1 ഹിസ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതും മാർക്ക് ചെയ്യാൻ ചോദിക്കാവുന്നതാണ്. ന്യൂക്ലിയോസോം, ഈ ഫിഗർ ഓർമ്മിക്കുക. ഈ ഫിഗർ തന്നിട്ട് ഐഡൻറ്റിഫൈ ദ ഫിഗർ എന്ന് പറഞ്ഞാൽ അവിടെ ന്യൂക്ലിയോസോമാണ്. ഒരു ടിപ്പിക്കൽ ന്യൂക്ലിയോസോമിൽ 200 ബേസ് പെയർ ഉണ്ടാകും. ന്യൂക്ലിയോസോംസ് ഇങ്ങനെ ഒന്നിനു പുറകിൽ ഒന്നായിട്ട് അടുക്കിയാണ് നമ്മുടെ ക്രൊമാറ്റിൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. ക്രൊമാറ്റിൻസ് കണ്ടൻസ് ചെയ്യുമ്പോഴാണ് ക്രോമസോംസ് ആയിട്ട് മാറുന്നത്. ന്യൂക്ലിയോസോംസ് ബീഡ്സ് ഓൺ സ്ട്രിങ് ലൈക്ക് സ്ട്രക്ചറിൽ കാണുന്നു. ഒരു ചരടിൽ മുത്ത് കോർത്തതുപോലെ കാണുന്ന ഒരു സ്ട്രക്ചറായിട്ട് നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയാൽ ഈ ന്യൂക്ലിയോസോംസിനെ നമുക്ക് കാണാൻ സാധിക്കും. യൂക്രൊമാറ്റിൻ ഹെറ്ററോക്രൊമാറ്റിൻ ഡിഫറൻസ് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഡിഫറൻഷിയേറ്റ് യൂക്രൊമാറ്റിൻ ആൻഡ് ഹെറ്ററോക്രൊമാറ്റിൻ. എന്തൊക്കെയാണ് യൂക്രൊമാറ്റിൻ, എന്തൊക്കെയാണ് ഹെറ്ററോക്രൊമാറ്റിൻ ഡിഫറൻസ് എന്ന് നോക്കൂ. നമുക്കൊരു ചാർട്ടിൽ കൂടെ നമുക്കത് വ്യക്തമായിട്ടത് മനസ്സിലാക്കി പോകാം. യൂക്രൊമാറ്റിൻ എന്ന് പറയുന്നത് ലൂസിലി പാക്ഡ്, ലൈറ്റ്ലി സ്റ്റെയിൻഡ്, ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ്. ഈ 3 പോയിന്റ് ഓർമ്മിക്കുക. ലൂസിലി പാക്ഡ്, ലൈറ്റ്ലി സ്റ്റെയിൻഡ്, ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ക്രൊമാറ്റിനാണ് യൂക്രൊമാറ്റിൻ. ഇവിടെ ഫിഗർ ഇങ്ങനെ ഒരു ഫിഗർ 2 ഫിഗർ തന്നിരുന്നിട്ട് ക്രൊമാറ്റിൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്ന് പറയുന്നത് ലൈറ്റ്ലി സ്റ്റെയിൻഡ് ആയിരിക്കും, ലൂസ്ലി പാക്ഡ് ആയിരിക്കും. ഇവിടെ തമ്മിൽ ഓരോ ന്യൂക്ലിയോസോമും തങ്ങളിലൊരു ഡിസ്റ്റൻസ് ഉണ്ടാവും. ഡിസ്റ്റൻസ് ഇട്ടായിരിക്കും ഇവിടെ പാക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ രീതിയിലുള്ള പാക്കിംഗ് ആണെങ്കിൽ അത് യൂക്രൊമാറ്റിൻ ആണ്. ഇത് ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ക്രോമസോംസ് ആണ്. ഇനി വളരെ ഞെരുക്കി ക്രമീകരിച്ചിരിക്കുന്ന ഡെൻസിലി പാക്ഡ്, ഡാർക്ക്ലി സ്റ്റെയിൻഡ്, കളർ നമ്മൾ സ്റ്റെയിൻ ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് കളർ പിടിക്കുന്ന റീജിയനാണ്. ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവുമാണ്. അതാണ് ഹെറ്ററോക്രൊമാറ്റിൻ. അപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യനായിട്ട് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കാവുന്നതാണ് യൂക്രൊമാറ്റിനും ഹെറ്ററോക്രൊമാറ്റിനും. ഇനി അടുത്ത് വരുന്നതാണ് ഗ്രിഫിത്ത് ട്രാൻസ്ഫർമേഷൻ എക്സ്പെരിമെൻറ്റ്. ഫ്രെഡറിക് ഗ്രിഫിത്തിൻ്റെ എലികളിലുള്ള പരീക്ഷണം. അദ്ദേഹം സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ബാക്ടീരിയയെ ഇഞ്ചെക്റ്റ് ചെയ്തുകൊണ്ട് നടത്തിയ പരീക്ഷണം. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ബാക്ടീരിയ 2 സ്ട്രെയിൻ ഉണ്ട്. എസ് സ്ട്രെയിനും ആർ സ്ട്രെയിനും. എസ് സ്ട്രെയിൻ വിറുലൻ്റ് ആണ്, ആർ സ്ട്രെയിൻ നോൺ വിറുലൻ്റ് ആണ്. വിറുലൻ്റ് എന്ന് പറഞ്ഞാൽ ഡിസീസ് ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ്. നോൺ വിറുലൻ്റ് എന്ന് പറഞ്ഞാൽ ഡിസീസ് ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തതാണ്. എസ് സ്ട്രെയിൻ ബാക്ടീരിയയുടെ പുറത്ത് ദർ ഈസ് എ മ്യൂക്കസ് പോളിസാക്കറൈഡ് കോട്ട്, ഒരു പോളിസാക്കറൈഡ് കോട്ടുണ്ട്, മ്യൂക്കസ് പോളിസാക്കറൈഡ് കോട്ടുണ്ട്. അതുകൊണ്ടാണിത് ഇതിൻ്റെ സർഫസ് ഇങ്ങനെ സ്മൂത്തായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഇതിനെ
എലിക്ക് പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിന് ന്യൂമോണിയ ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ ആർ സ്ട്രെയിൻ ബാക്ടീരിയയുടെ പുറത്ത് അങ്ങനെ ഒരു മ്യൂക്കസ് കോട്ട് ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ പുറം റഫായിട്ട് കാണും. അതുകൊണ്ട് ഇതിന് എലിക്ക് പെട്ടെന്ന് ഇതിനെ നശിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് അത് അസുഖം ഉണ്ടാക്കില്ല. ഇനി എന്താ എക്സ്പെരിമെൻ്റ് എന്നുള്ളത്? എസ് സ്ട്രെയിന് മൈസിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തു. ഇഞ്ചെക്റ്റ് ചെയ്തപ്പോൾ മൈസിന് ന്യൂമോണിയ വന്നു, മൈസ് ഡൈ. ആർ സ്ട്രെയിൻ ഇഞ്ചെക്റ്റ് ചെയ്തു മൈസിലേക്ക്, ന്യൂമോണിയ വന്നില്ല, മൈസ് ലീവ്. എസ് സ്ട്രെയിൻ ഹീറ്റ് കിൽഡ് ചെയ്തു, ചൂടാക്കി കൊന്നു. എസ് സ്ട്രെയിനെ ചൂടാക്കി കൊന്നിട്ട് അതിൻ്റെ ഡിസീസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടുത്തി. എന്നിട്ട് അതിനെ ഇഞ്ചെക്റ്റ് ഇൻ ടു മൈസ്. അപ്പോൾ മൈസ് ലീവ്, ന്യൂമോണിയ വന്നില്ല, ജീവിച്ചു. ഇനി അടുത്ത് എന്ത് സംഭവിച്ചു? എസ് സ്ട്രെയിൻ ഹീറ്റ് കിൽ ചെയ്തതിനെയും ലൈവായിട്ടുള്ള ആർ സ്ട്രെയിനെയും കൂടി മിക്സ് ചെയ്തു. എന്നിട്ട് ഈ മൈസിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തു. പക്ഷേ മൈസ് ചത്തു. എസ് സ്ട്രെയിന് ഹീറ്റ് കിൽ ചെയ്ത എസ് സ്ട്രെയിനിന് ന്യൂമോണിയ ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഇല്ല. ലൈവായിട്ടുള്ള ആർ സ്ട്രെയിനും ന്യൂമോണിയ ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഇല്ല. അപ്പോൾ രണ്ടും ന്യൂമോണിയ ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ബാക്ടീരിയാസ് ആയിരുന്നു. പക്ഷേ മൈസ് ന്യൂമോണിയ വന്ന് മരിച്ചു. അപ്പോൾ ഈ ഒരു 4 ഇക്വേഷൻസ് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. പലപ്പോഴും അത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനായിട്ടോ അല്ലെങ്കിൽ ഈ ഇക്വേഷൻസിനെ തന്നെ നിങ്ങളോട് എഴുതാൻ ആവശ്യപ്പെടുന്ന രീതിയിലോ ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ആർ സ്ട്രെയിൻ ബാക്ടീരിയ ട്രാൻസ്ഫോംഡ് ഇൻ ടു എസ് സ്ട്രെയിൻ ബാക്ടീരിയ. അതാണ് ഇവിടെ സംഭവിച്ചത്. എന്ത് സംഭവിച്ചു? ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിനെയും ലൈവ് ആർ സ്ട്രെയിനെയും കൂടി ഇഞ്ചെക്റ്റ് ചെയ്തപ്പോൾ ലൈവായിട്ടുള്ള ആർ സ്ട്രെയിൻ ബാക്ടീരിയ രൂപമാറ്റം വന്ന് എസ് സ്ട്രെയിൻ ബാക്ടീരിയ ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ ഇതിനുള്ള റീസൺ എന്ന് പറയുന്നത്, ഇവിടെ ഹീറ്റ് കില്ല് ചെയ്ത എസ് സ്ട്രെയിൻ ബാക്ടീരിയയിൽ നിന്നും ചില എന്തോ കെമിക്കൽ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ, അത് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നു, അത് DNA ആണെന്ന് മനസ്സിലാക്കുന്നു. ആ DNA ആർ സ്ട്രെയിൻ ബാക്ടീരിയയ്ക്ക് കിട്ടി. ആർ സ്ട്രെയിൻ ബാക്ടീരിയ അങ്ങനെ പോളിസാക്കറൈഡ് കോട്ട് ഡെവലപ്പ് ചെയ്തു. അങ്ങനെ അത് ലൈവ് എസ് സ്ട്രെയിനായിട്ട് മാറി. ആർ സ്ട്രെയിന് ട്രാൻസ്ഫോംഡ് ഇൻ ടു എസ് സ്ട്രെയിൻ. അപ്പോൾ അതാണ് ആ എക്സ്പെരിമെൻ്റ് എന്നുള്ളത് ഓർക്കുക. അടുത്ത് വരുന്നതാണ് ഹെർഷേ ചേസ് എക്സ്പെരിമെൻ്റ്. ആൽഫ്രഡ് ഹെർഷേ മാർത്ത ചേസ് എക്സ്പെരിമെൻ്റ് പ്രൂവ്ഡ് ദാറ്റ് DNA ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത്, അവർ വർക്കൗട്ട് ചെയ്തത് ബാക്ടീരിയോഫേജിലാണ്. ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത് ബാക്ടീരിയയെ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളെ വിളിക്കുന്ന പേരാണ് ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് ഒരു DNA-യും പിന്നെ ഒരു പ്രോട്ടീൻ കോട്ടുമാണ് അവയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതൊരു ബാക്ടീരിയൽ സെല്ലിലേക്ക് ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ വൈറസിൻ്റെ DNA ബാക്ടീരിയക്കകത്തേക്ക് വൈറസ് ഇഞ്ചെക്റ്റ് ചെയ്യും. അങ്ങനെ ഓരോ ബാക്ടീരിയൽ സെല്ലിനകത്ത് വെച്ചും ആ വൈറസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പുതിയ പുതിയ വൈറസുകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ബാക്ടീരിയക്കകത്ത് വെച്ചിട്ട് വൈറസിൻ്റെ DNA മൾട്ടിപ്ലൈ ചെയ്യും. ആ DNA ഓരോ പ്രോട്ടീൻ കോട്ടിനെ കൊണ്ട് കവർ ചെയ്യപ്പെട്ട് അത് പുതിയ പുതിയ വൈറസുകളായിട്ട് മാറുന്നതാണ് അതിൻ്റെ റെപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഹെർഷേയും ചേസും എക്സ്പെരിമെൻറ്റിന് വിധേയമാക്കിയത്. അതായത് ബാക്ടീരിയോഫേജ് ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ DNA പോർഷനാണോ പ്രോട്ടീൻ പോർഷനാണോ ബാക്ടീരിയയുടെ അകത്തേക്ക് കടക്കുന്നത് എന്നാണ് അവർ പരീക്ഷണത്തിലൂടെ കണ്ടെത്താൻ ശ്രമിച്ചത്. They grew some viruses on a medium that contained radioactive phosphorus. അപ്പോൾ അവർ ബാക്ടീരിയോഫേജിനെ P32 മീഡിയത്തിൽ കൾച്ചർ ചെയ്തു. ബാക്ടീരിയോഫേജിനെ P32 മീഡിയത്തിൽ കൾച്ചർ ചെയ്തപ്പോൾ അവയുടെ DNA പോർഷൻ റേഡിയോ ആക്റ്റീവായിട്ട് മാറി. അപ്പോൾ ഫോസ്ഫറസ് എന്ന് പറയുന്നത് DNA-യുടെ പാർട്ടാണെന്നുള്ളതറിയാം, ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂൾസ്. അപ്പോൾ ഫോസ്ഫറസ് റേഡിയോ ആക്റ്റീവ് ലേബലായിട്ട് മാറി. ഇനി അടുത്ത് അവർ റേഡിയോ ആക്റ്റീവ് സൾഫർ മീഡിയത്തിൽ ബാക്ടീരിയോഫേജിനെ കൾച്ചർ ചെയ്തു. റേഡിയോ ആക്റ്റീവ് സൾഫർ മീഡിയത്തിൽ കൾച്ചർ ചെയ്തു. റേഡിയോ ആക്റ്റീവ് സൾഫർ മീഡിയത്തിൽ കൾച്ചർ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? അവയുടെ പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവായിട്ട് മാറി. റെഡ് കളറിൽ നമുക്ക് കാണാം. ഇവിടെ പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവ് ലേബലായിട്ട് മാറി. Virus grown in the presence of radioactive phosphorus contained radioactive DNA but not radioactive protein, because DNA contains phosphorus but protein does not.
Similarly, viruses grown on radioactive sulfur-contained radioactive protein but not radioactive DNA because DNA does not contain sulfur. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? റേഡിയോ ആക്റ്റീവ് ഫേജസ് വെയർ അലൗഡ് ടു അറ്റാച്ച് ടു ഈക്കോളി ബാക്ടീരിയ. റേഡിയോ ആക്റ്റീവ് ഫേജസിനെ ഈക്കോളി ബാക്ടീരിയയിൽ അറ്റാച്ച് ചെയ്യാൻ അനുവദിച്ചു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഫെക്ഷൻ എന്ന് വിളിക്കുന്നത്. ബാക്ടീരിയോ ഫേജ് വന്നിട്ട് ബാക്ടീരിയയുടെ പുറത്ത് വന്നിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പ്രോസസ്സാണ് ഇൻഫെക്ഷൻ. ഇപ്പോൾ S35 മീഡിയത്തിൽ വളർത്തിയത് ഇവിടെ കാണാം. അതിൻ്റെ പ്രോട്ടീൻ കോട്ടാണ് റേഡിയോ ആക്റ്റീവ് ലേബലായത്. P32 മീഡിയത്തിൽ വളർത്തിയതിൻ്റെ DNA പോർഷൻ റേഡിയോ ആക്റ്റീവ് ലേബലായി. ബാക്ടീരിയ ഫേജ് ട്രാൻസ്ഫർ ഇറ്റ്സ് ജനറ്റിക് മെറ്റീരിയൽ ടു ഈക്കോളി ബാക്ടീരിയ. അടുത്ത സ്റ്റെപ്പിൽ എന്താ നടക്കുക? അതിൻ്റെ DNA വൈറസ് ബാക്ടീരിയക്കകത്തേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ബാക്ടീരിയോ ഫേജിനകത്തിരുന്ന DNA ഇപ്പോൾ ആർക്ക് കിട്ടി? ബാക്ടീരിയക്കകത്തേക്ക് വൈറസ് ഇഞ്ചെക്റ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ബ്ലൻറ്റിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പ്. ദ വൈറൽ കോഡ്സ് വെയർ റിമൂവ്ഡ് ഫ്രം ദ ബാക്ടീരിയ ബൈ അജിറ്റേറ്റിംഗ് ദം ഇൻ എ ബ്ലെൻഡർ. ഒരു ബ്ലെൻഡർ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ട് ഇതിനെ ശക്തിയായിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു. റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ബാക്ടീരിയയുടെ പുറത്തിരുന്ന വൈറസുകൾ റിമൂവ് ചെയ്തു പോയി. അടുത്തതിനെ സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ്സിന് വിധേയമാക്കി. ദ വൈറസ് പാർട്ടിക്കിൾസ് വെയർ സെപ്പറേറ്റഡ് ഫ്രം ദ ബാക്ടീരിയ ബൈ സ്പിന്നിങ് ദം ഇൻ എ സെൻട്രിഫ്യൂജ്. ദ പ്രോസസ് ഈസ് കാൾഡ് സെൻട്രിഫ്യൂഗേഷൻ. ഇപ്പോൾ സെൻട്രിഫ്യൂഗേഷൻ നടത്തിയപ്പോഴത്തേക്കും രണ്ട് പോർഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. ഒരു പ്രസിപ്പിറ്റേറ്റ് പോർഷനും ഒരു സൂപ്പർനേറ്റൻ്റ് പോർഷനും. പ്രസിപ്പിറ്റേറ്റ് പോർഷനിൽ ബാക്ടീരിയൽ സെല്ല് സാന്ദ്രത ഡെൻസിറ്റി കൂടിയ ബാക്ടീരിയൽ സെല്ല് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഡെൻസിറ്റി കുറഞ്ഞ പ്രോട്ടീൻ പോർഷൻ സൂപ്പർനേറ്റൻ്റ് ആയിട്ട് കാണും. വൈറസിൻ്റെ പ്രോട്ടീൻ പോർഷൻ സൂപ്പർനേറ്റൻ്റ് ആയിട്ട് കാണും. ബാക്ടീരിയ ദാറ്റ് വെയർ ഇൻഫെക്റ്റഡ് വിത്ത് വൈറസ് ദാറ്റ് ഹാഡ് റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻസ് വെയർ നോട്ട് റേഡിയോ ആക്റ്റീവ്. ബാക്ടീരിയ ദാറ്റ് വെയർ ഇൻഫെക്റ്റഡ് വിത്ത് വൈറസ് ദാറ്റ് ഹാഡ് റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ ഉള്ളതിന് എന്ത് കണ്ടു? വെയർ നോട്ട് റേഡിയോ ആക്റ്റീവ്. നോ റേഡിയോ ആക്റ്റീവ് S35 ഡിറ്റക്റ്റഡ് ഇൻ സെൽസ്. അപ്പോൾ ഇവിടെ റേഡിയോ ആക്ടിവിറ്റി കണ്ടില്ല, ഇവിടെ റേഡിയോ ആക്ടിവിറ്റി കണ്ടു. സൂപ്പർനേറ്റൻ്റിൽ റേഡിയോ ആക്ടിവിറ്റി കണ്ടു. ഇനി അടുത്ത എക്സ്പെരിമെൻ്റ് വന്നപ്പോഴത്തേക്കും അടുത്തതിൽ എന്താണ്? P32 വന്നപ്പോഴത്തേക്കോ റേഡിയോ ആക്റ്റീവ് P32 ഡിറ്റക്റ്റഡ് ഇൻ സെൽസ്, സൂപ്പർനേറ്റൻ്റിൽ കണ്ടില്ല. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നമ്മൾ കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടത് ഈ ഒരു ഡയഗ്രമാണ്. ഡയഗ്രത്തിൽ ഓർക്കുക, ഇവിടെ റേഡിയോ ആക്റ്റീവ് S35 ലേബിൾഡ് പ്രോട്ടീൻ കോട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ DNA ആണ് ബാക്ടീരിയയുടെ. ഇവിടെ റേഡിയോ ആക്റ്റീവ് P32 DNA കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻഫെക്ഷനാണ്. ഇൻഫെക്ഷൻ സമയത്ത് DNA അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യപ്പെടുന്നു. അടുത്ത ബ്ലെൻഡിങ് ആണ്. ബ്ലെൻഡിങ് സമയത്ത് ബാക്ടീരിയയുടെ പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന വൈറസിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അടുത്ത സെൻട്രിഫ്യൂഗേഷൻ സമയത്ത് നല്ല സ്പീഡിൽ അതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചിട്ട് രണ്ട് പോർഷനാക്കി മാറ്റുന്നു. ഒരു സെല്ലുലാർ പോർഷനും ഒരു സൂപ്പർനേറ്റൻ്റ് പോർഷനും. അപ്പോൾ ഇവിടെ റേഡിയോ ആക്റ്റീവ് S35, നോ റേഡിയോ ആക്റ്റീവ് S35 ഡിറ്റക്റ്റഡ് ഇൻ സെൽസ്. പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവ് ആയതിൽ റേഡിയോ ആക്റ്റീവ് S35 സെൽസിൽ കണ്ടില്ല, ബാക്ടീരിയയിൽ കണ്ടില്ല. റേഡിയോ ആക്റ്റീവ് S35 ഡിറ്റക്റ്റഡ് ഇൻ സൂപ്പർനേറ്റൻ്റ് പോർഷനിലാണ് ഇത് കണ്ടത്. കാരണം ഡെൻസിറ്റി കുറഞ്ഞ പ്രോട്ടീൻ പോർഷൻസ് ആണ് സൂപ്പർനേറ്റൻ്റിൽ കാണുന്നത്. എന്നാൽ ഇപ്പുറത്ത് വരുമ്പോഴോ ഇവിടെ റേഡിയോ ആക്റ്റീവ് P32 ഡിറ്റക്റ്റഡ് ഇൻ സെൽസ്, നോ റേഡിയോ ആക്ടിവിറ്റി ഡിറ്റക്റ്റഡ് ഇൻ സൂപ്പർനേറ്റൻ്റ്. അപ്പോൾ ഇതിൽ നിന്നും അവരെത്തിയ കൺക്ലൂഷൻ എന്താണ്? DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. DNA ആണ് ബാക്ടീരിയോ ഫേജ് ബാക്ടീരിയക്കകത്തേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നതെന്ന് കൺഫേം ചെയ്തു. ഇനി DNA റെപ്ലിക്കേഷൻ്റെ മെഷീനറിയും എൻസൈംസുമാണ് അടുത്ത് നോക്കേണ്ടത്. ഇവിടെ ഓർമ്മിക്കുക, DNA റെപ്ലിക്കേഷന് സഹായിക്കുന്ന എൻസൈമിൻ്റെ പേരെഴുതാൻ ചോദിക്കാം. അവിടെ ഓർക്കുക, DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് അല്ലെങ്കിൽ DNA പോളിമറേസ് എന്ന് മാത്രം എഴുതിയാലും മതിയാകും. ദ മെയിൻ എൻസൈം ഓഫ് DNA റെപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ DNA പോളിമറേസ് എൻസൈം. DNA പോളിമറേസ് എൻസൈം വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് എൻസൈം ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പീഡിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് 2000 ബേസ് പെയർസ് പെർ സെക്കൻഡ് ആണ് അതിൻ്റെ ആവറേജ് റേറ്റ്. ഇനി റെപ്ലിക്കേഷൻ ഫോർക്ക് എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. റെപ്ലിക്കേഷൻ ഫോർക്ക്. അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു ഡയഗ്രമാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്.
ഇതാണ് റെപ്ലിക്കേഷൻ ഫോർക്കിൻ്റെ ഡയഗ്രാം. റെപ്ലിക്കേഷൻ ഫോർക്കിൻ്റെ ഡയഗ്രത്തിൽ 2 ടെംപ്ലേറ്റ് സ്ട്രാൻഡ് DNA ഇവിടെ കാണിച്ചിട്ടുണ്ട്. 3' to 5' ഓറിയൻറ്റേഷനിലും അടുത്തത് 5' to 3' ഓറിയൻറ്റേഷനിലും. അപ്പോൾ ഇവിടെ 3' to 5' ഓറിയൻറ്റേഷൻ ഉള്ള ടെംപ്ലേറ്റ് DNAയുടെ പുതുതായിട്ട് സിന്തസൈസ് ചെയ്യപ്പെടുന്ന DNA, ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ്സ് ഇവിടെ 2 സൈഡിലും കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് സിന്തസൈസ് ചെയ്യപ്പെടും. 3' to 5' ഓറിയൻറ്റേഷനിലുള്ള സ്ട്രാൻഡിൽ DNA സിന്തസിസ് കണ്ടിന്യൂസ് ആണ്. 5' to 3' ഡയറക്ഷനിൽ മാത്രമേ DNA പോളിമറേസ് എൻസൈമിന് ആക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ റീസൺ. 5' to 3' ഡയറക്ഷനിൽ കണ്ടിന്യൂസ് സിന്തസിസ് ആയിരിക്കും. ഇനി 5' to 3' ഓറിയൻറ്റേഷനിലുള്ള സ്ട്രാൻഡിൽ DNA സിന്തസിസ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് നടക്കുന്നത്. ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഡയഗ്രാം തന്നിരുന്നിട്ട് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനായിട്ട് ചിലപ്പോൾ ചോദിക്കാം. ഇത് 3' to 5' പകരം ഇവിടെ 5' to 3' എന്ന് ചിലപ്പോൾ തന്നിരിക്കും. അപ്പോൾ നിങ്ങളിതിനെ കറക്റ്റ് ചെയ്ത് മാറ്റേണ്ടതാണ്. അത് എങ്ങനെ മനസ്സിലാക്കും? നമ്മൾ 5' to 3' ഡയറക്ഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് സിന്തസിസ് നടക്കുന്നതിൻ്റെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് 3' to 5' ആയിരിക്കും. അതുപോലെ ഇത് മാർക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ടെംപ്ലേറ്റ് DNA, ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ്, കണ്ടിന്യൂസ് സിന്തസിസ്, ഇതൊക്കെ മാർക്ക് ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കാം. DNA ലിഗേസ് എന്ന് പറയുന്ന എൻസൈമിനെ കുറിച്ച് ഓർക്കേണ്ടതുണ്ട്. DNA ഫ്രാഗ്മെൻറ്റ്സിനെ ഒട്ടിച്ചെടുക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് DNA ലിഗേസ്. ഡിസ്കണ്ടിന്യൂസ്ലി സിന്തസൈസ്ഡ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് ആർ ലേറ്റർ ജോയിൻഡ് ബൈ ദ എൻസൈം കാൾഡ് DNA ലിഗേസ്. DNA ലിഗേസ് എന്ന് പറയുന്ന എൻസൈം DNA ഫ്രാഗ്മെൻറ്റ്സിനെ കട്ട് ചെയ്ത് പോകുന്ന ഫ്രാഗ്മെൻറ്റ്സിനെ ജോയിൻ ചെയ്യാനുള്ള എൻസൈമാണ് DNA ലിഗേസ്. ബയോളജിക്കൽ ഗം എന്നറിയപ്പെടുന്ന എൻസൈമാണ്. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, DNA റെപ്ലിക്കേഷൻ പല സ്ഥലങ്ങളിൽ അത് സ്റ്റാർട്ട് ചെയ്യും. ആ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. The definite regions in which replication originates are known as origin of replication. അടുത്തൊരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ എന്തൊക്കെ കാണുമെന്നുള്ളതാണ്. ഒരു പ്രൊമോട്ടർ കാണും, സ്ട്രക്ചറൽ ജീൻ കാണും, ടെർമിനേറ്റർ കാണും. അപ്പോൾ അവിടെ നമുക്ക് ഓർക്കേണ്ടത് ഈ ഒരു സ്ട്രാൻഡാണ്. ടെംപ്ലേറ്റ് DNA ഉണ്ട്, കോഡിംഗ് സ്ട്രാൻഡ് ഉണ്ട്. ഇവിടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡും കോഡിംഗ് സ്ട്രാൻഡും തന്നിട്ടുണ്ട് ഇവിടെ. ഈ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ടെംപ്ലേറ്റ് സ്ട്രാൻഡും തന്നിരിക്കുന്നു, കോഡിംഗ് സ്ട്രാൻഡും തന്നിരിക്കുന്നു. ഇനി അതിൻ്റെ RNA സ്ട്രാൻഡ് എങ്ങനെ വരുമെന്ന് എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതുമ്പോൾ ഓർക്കേണ്ടത് ഇവിടെ അഡിനൈൻ, തൈമിൻ. അഡിനൈനാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. 3' to 5' ഓറിയൻറ്റേഷനിൽ വരുന്നതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് കോഡിംഗ് സ്ട്രാൻഡ്. അപ്പോൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് തന്നിരിക്കുന്നു. അതിൽ നിന്ന് നമുക്ക് എന്തെഴുതണം? mRNA സീക്വൻസ് എഴുതണം. അപ്പോൾ എങ്ങനെയാണ് എഴുതുക? അഡിനൈനാണ് ഇവിടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് RNAയിൽ വരുന്നത് തൈമിനില്ല. അപ്പോൾ അവിടെ യുറാസിലാണ്. ഇവിടെ തൈമിൻ്റെ സ്ഥാനത്ത് ഇവിടെ അഡിനൈനാണ്. ഇവിടെ ഗോനിൻ, സൈറ്റോസിൻ, ഗോനിൻ, അഡിനൈൻ, യുറാസിൽ. അപ്പോൾ ഇവിടെ ഒരു ചേഞ്ച് മാത്രം വരുത്തിയാൽ മതിയാകും. കോഡിംഗ് സ്ട്രാൻഡിൽ നമ്മൾ Tയുടെ സ്ഥാനത്ത് U എഴുതി കഴിഞ്ഞാൽ അത് mRNA സ്ട്രാൻഡായിട്ട് മാറ്റി എഴുതാൻ പറ്റും. ഇനി ഈ ഒരു ഡയഗ്രാം, പ്രൊമോട്ടർ, ടെർമിനേറ്റർ, സ്ട്രക്ചറൽ ജീൻ, ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് കമ്പോണൻസ് ആയിട്ട് പ്രൊമോട്ടർ സീക്വൻസുകളുണ്ട്. പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ DNA സീക്വൻസ് ദാറ്റ് പ്രൊവൈഡ്സ് ബൈൻഡിങ് സൈറ്റ് ഫോർ RNA പോളിമറൈസ്. RNA പോളിമറൈസ് എൻസൈം എന്ന് RNA സിന്തസിസിന് സഹായിക്കുന്ന എൻസൈം എന്ന് ബൈൻഡ് ചെയ്യുന്ന സ്ഥലമാണ് പ്രൊമോട്ടർ റീജിയൻ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ടുവേഴ്സ് ദ 5' end or upstream of the structural gene. The presence of a promoter in a transcription unit defines the template and coding strand. The terminator എന്ന് പറയുന്ന terminator is located towards the 3' end downstream of the coding strand and it usually defines the end of the process of transcription. ഈ ഒരു ഫിഗർ നന്നായിട്ടൊന്ന് നോക്കി മനസ്സിലാക്കേണ്ടതാണ്. അത് ചിലപ്പോൾ മാർക്ക് ചെയ്യാനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ഓർക്കുക, 3' to 5' സ്ട്രാൻഡ് ഓറിയൻറ്റേഷനിൽ വരുന്നതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. 5' to 3' ഓറിയൻറ്റേഷനിൽ വരുന്നത് കോഡിംഗ് സ്ട്രാൻഡ്.
അപ്പോൾ ഈ ടെംപ്ലേറ്റ് സ്റ്റാൻഡിലാണ് ഇവിടെ സ്ട്രക്ചറൽ ജീൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ പ്രൊമോട്ടർ സീക്വൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ടെർമിനേറ്റർ സീക്വൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മാർക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യനായിട്ടും ചോദിക്കാം. ഇനി സിസ്ട്രോൺ എന്താണ്? സിസ്ട്രോൺ ഈസ് എ സെഗ്മെന്റ് ഓഫ് DNA കോഡിംഗ് ഫോർ എ പോളിപെപ്റ്റൈഡ്. ഒരു പോളിപെപ്റ്റൈഡിനെ അല്ലെങ്കിൽ ഒരു പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്ന DNAയുടെ സെഗ്മെന്റിനെ വിളിക്കുന്ന പേരാണ് സിസ്ട്രോൺ. മോണോസിസ്ട്രോണിക് യൂണിറ്റ്, പോളിസിസ്ട്രോണിക് യൂണിറ്റും ഉണ്ട്. മോണോസിസ്ട്രോണിക് യൂണിറ്റ് എന്ന് പറയുന്നത് the structural unit in transcription unit of eukaryotes are monosistronic. Monosistronic structural genes have interrupted coding sequences, that is the genes are split, or the genes with the coding sequence and genes with the non-coding sequence. അപ്പോൾ ജീൻസിൽ സ്ട്രക്ചറൽ ജീൻസിനെ സംബന്ധിച്ചിടത്തോളം കോഡിംഗ് സീക്വൻസ് ഉണ്ടാവും, നോൺ കോഡിംഗ് സീക്വൻസ് ഉണ്ടാകും. പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്ന സീക്വൻസുകളാണ് കോഡിംഗ് സീക്വൻസ് എന്ന് വിളിക്കുന്നത്, അതാണ് എക്സോൺസ് എന്ന് വിളിക്കുന്നത്. പ്രോട്ടീനിനെ കോഡ് ചെയ്യാത്ത സീക്വൻസുകളാണ് ഇൻട്രോൺസ് എന്ന് വിളിക്കുന്നത്. The coding sequence or expressed sequence of cistron are called exons. The non-coding sequence of cistrons are called introns or intervening sequences. Polycistronic unit എന്ന് പറയുന്നത് this is the structural transcription unit of bacteria or prokaryotes. അടുത്ത പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് the salient features of genetic code. Genetic codeന്റെ features. The codon is a triplet. 61 codons code for amino acid. 3 codons do not code for any amino acids. Hence they function as stop codons. മൊത്തം 64 കോഡോൺസ് ഉണ്ട്. അതിൽ 61 എണ്ണവും അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നു. 3 കോഡുകൾ ഒരു അമിനോ ആസിഡിനെയും കോഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവ സ്റ്റോപ്പ് കോഡോൺസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. സ്റ്റോപ്പ് കോഡോൺസ് ഏതൊക്കെയാണ്? UAA, UAG, UGA. അപ്പോൾ ഈ 3 കോഡോൺസും കാണാതെ ഓർത്ത് വെക്കേണ്ടതാണ്. UAA, UAG, UGA ഇത് 3 സ്റ്റോപ്പ് കോഡോൺസ് ആണ്. ഓരോ കോഡോണും 3 നൈട്രജൻ ബേസുകൾ ചേർന്നതാണ്. അതുകൊണ്ട് കോഡോൺ ട്രിപ്ലറ്റ് ആണ്. രണ്ടാമത്തെ ഫീച്ചർ, 1 കോഡോൺ കോഡ്സ് ഫോർ ഓൺലി 1 അമിനോ ആസിഡ്. ഹെൻസ് ഇറ്റ് ഈസ് അൺആംബിഗ്യുവസ് ആൻഡ് സ്പെസിഫിക്. അത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ജനറ്റിക് കോഡ് ഈസ് അൺആംബിഗ്യുവസ്, ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. ദ ആൻസർ 1 കോഡോൺ കോഡ്സ് ഫോർ ഓൺലി 1 അമിനോ ആസിഡ്. ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിന് മാത്രമേ കോഡ് ചെയ്യുന്നുള്ളൂ. ഒരേ ലെറ്റേഴ്സിൽ വരുന്ന ഒരു കോഡോൺ ഒന്നിലധികം അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ജനറ്റിക് കോഡ് ഈസ് അൺആംബിഗ്യുവസ് ആൻഡ് സ്പെസിഫിക്. മൂന്നാമത്തെ ഫീച്ചറാണ് ജനറ്റിക് കോഡ് ഈസ് ഡീജനറേറ്റ്. ജനറ്റിക് കോഡിന് ചില രൂപമാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യും? അതും ജസ്റ്റിഫൈ ചെയ്യാൻ ചോദിക്കാം. ജനറ്റിക് കോഡ് ഈസ് ഡീജനറേറ്റ്. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. സം അമിനോ ആസിഡ്സ് ആർ കോഡഡ് ബൈ മോർ ദാൻ 1 കോഡോൺ. ഒരു അമിനോ ആസിഡിനെ ഒന്നിലധികം കോഡോൺസ് കോഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ കാണാൻ നമുക്ക് ഫിനൈൽ അനലൈൻ, ഇവിടെ 2 കോഡോൺ ഉണ്ട്. ലൂസൈൻ ഇതാ ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 4 എണ്ണം ഉണ്ട്. 6 കോഡോൺസ് ഉണ്ട്. അപ്പോൾ ഒരു അമിനോ ആസിഡിനെ സൂചിപ്പിക്കാൻ ഒന്നിലധികം കോഡോൺസ് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനറ്റിക് കോഡിന് ഡീജനറേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അടുത്തത്, ദ കോഡോൺ ഈസ് റീഡ് ഇൻ mRNA ഇൻ എ കണ്ടിന്യൂസ് ഫാഷൻ. ദർ ആർ നോ പങ്ക്ച്വേഷൻസ്. ജനറ്റിക് കോഡ് ബ്രേക്കായി പോകുന്നില്ല. അത് കണ്ടിന്യൂസ് ആയിട്ടാണ് ജനറ്റിക് കോഡ് പോകുന്നത്. നോ പങ്ക്ച്വേഷൻസ്, ഒരു ബ്രേക്കും ഇല്ല. The code is nearly universal. For example, from bacteria to human, UUU would code for phenylalanine. Some exceptions to this rule have been found in mitochondrial codons and in some protozoan. അപ്പോൾ അടുത്ത സൈലന്റ് ഫീച്ചറാണ് ദ ജനറ്റിക് കോഡ് ഈസ് നിയർലി യൂണിവേഴ്സൽ. UUU അതിനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇത് ബാക്ടീരിയ മുതൽ ഹ്യൂമൻ ബീയിങ്സ് വരെ ഏത് ഓർഗാനിസം എടുത്താലും UUU കോഡ്സ് ഫോർ ഫിനൈൽ അലനൈൻ. AUG ഹാസ് ഡ്യുവൽ ഫങ്ഷൻസ്. അടുത്ത ഫീച്ചറാണ് AUGക്ക് 2 ഫങ്ഷൻ ഉണ്ട്. ഇറ്റ് കോഡ്സ് ഫോർ ദ മെത്യോണൈൻ ആൻഡ് ഇറ്റ് ആൾസോ ആക്ട് ആസ് ആൻ ഇനിഷ്യേറ്റർ കോഡോൺ. AUG എന്ന് പറയുന്ന കോഡോണിന് 2 ഫങ്ഷൻ ഉണ്ട്. എല്ലാ mRNAയുടെയും ആദ്യത്തെ കോഡോൺ AUG ആണ്. അതുകൊണ്ടത് ഇനിഷ്യേറ്റർ കോഡോൺ ആണ്. പ്രത്യേകം ഓർക്കുക, AUG എന്ന് പറയുന്നത് മെത്യോണൈനെ സൂചിപ്പിക്കുന്നു. അതൊരു ഇനിഷ്യേറ്റർ കോഡോണും ആണ്.
ഫീച്ചേഴ്സ്, ദ കോഡോൺ ഈസ് ട്രിപ്ലറ്റ് ആണ്, 61 കോഡോൺസ് ഉണ്ട്, 3 കോഡോൺസ് സ്റ്റോപ്പ് കോഡോൺസ് ആണ്, ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിനെ മാത്രമേ കോഡ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് അത് അൺആംബിഗ്വസ് ആണ്. ചില അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ ഒന്നിലധികം കോഡോൺസ് ഉണ്ട്, അതുകൊണ്ട് ജനറ്റിക് കോഡ് ഡീജനറേറ്റ് ആണ്. ദ കോഡോൺ കണ്ടിന്യൂസ് ഫാഷനിലാണ്, പങ്ക്ച്വേഷൻസ് ഇല്ല. ദ കോഡോൺ ഈസ് നിയർലി യൂണിവേഴ്സൽ ആണ്, UUU കോഡ് ഫോർ ഫീനെയിൽ അലനൈൻ, സം എക്സെപ്ഷൻസ് ഉണ്ട്. AUGക്ക് 2 ഫംഗ്ഷൻ ഉണ്ട്, ഇറ്റ് കോഡ്സ് ഫോർ മെത്തിയോണൈൻ ആൻഡ് ഇറ്റ് ആൾസോ ആക്ട് ആസ് ഇനിഷ്യേറ്റർ കോഡോൺ. ഇത്രയാണ് ജനറ്റിക് കോഡിൻ്റെ സാലിയൻറ്റ് ഫീച്ചേഴ്സ്. അപ്പോൾ ഈ സാലിയൻറ്റ് ഫീച്ചേഴ്സ് എഴുതാനുള്ള ക്വസ്റ്റ്യനായിട്ട് തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ ഈ ഫീച്ചേഴ്സ് അനലൈസ് ചെയ്ത് എഴുതേണ്ട ക്വസ്റ്റ്യൻസും ചോദിക്കാം. എനിവേ ഈ ഫീച്ചേഴ്സ് എല്ലാം ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. അടുത്ത ടോപ്പിക്കാണ് ലാക്കോപ്പറോൺ. ലാക്കോപ്പറോൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ജേക്കബ് മൊണാർഡ് എന്നീ 2 സയൻറ്റിസ്റ്റുമാർ പ്രപ്പോസ് ചെയ്ത കൺസെപ്റ്റാണ്. ഫ്രാൻസിസ് ജേക്കബ്, ഫ്രാങ്കോയിസ് ജേക്കബ് ആൻഡ് ജാക്കോ മൊണാർഡ് എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റുമാർ പ്രപ്പോസ് ചെയ്താണ് ലാക്കോപ്പറോൺ. ഇവിടെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ലാക്കോപ്പറോൺ? ലാക്കോപ്പറോൺസിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്? ഓർക്കുക, റെഗുലേറ്ററി ജീന്, പ്രൊമോട്ടർ ജീന്, ഓപ്പറേറ്റർ ജീന്, സ്ട്രക്ചറൽ ജീന്. ഇതാണ് പ്രധാനമായിട്ടും ലാക്കോപ്പറോണിൻ്റെ 4 കമ്പോണൻസ്. റെഗുലേറ്ററി ജീന് ഓർ ഐ ജീൻ. ഐ ജീനിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൊഡ്യൂസസ് ദ റിപ്രസർ പ്രോട്ടീൻ. റിപ്രസർ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുക. പ്രൊമോട്ടർ ജീന്. പ്രൊമോട്ടർ ജീനിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അവിടെയാണ് RNA പോളിമറേസ് എൻസൈം വന്ന് ബൈൻഡ് ചെയ്യുന്ന സ്ഥലം. ഓപ്പറേറ്റർ ജീന്. ഓപ്പറേറ്റർ ജീന് ഇറ്റ് ഈസ് ദ റീജിയൺ ഇൻ വിച്ച് റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ്. റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ് ചെയ്യുന്ന സ്ഥലമാണ് ഓപ്പറേറ്റർ റീജിയൺ. സ്ട്രക്ചറൽ ജീന് ട്രാൻസ്ക്രൈബ്സ് ലാക്ക് mRNA ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ലാക്ക് പ്രോട്ടീൻ. സ്ട്രക്ചറൽ ജീൻസിൽ നിന്നുണ്ടാകുന്നത് ബീറ്റാ ഗാലക്ടോസിഡേസ്, പെർമിയേസ്, ട്രാൻസ്അസറ്റിലേസ്. ഈ 3 എൻസൈംസ് ആണ് സ്ട്രക്ചറൽ ജീന് ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് ട്രാൻസ്ലേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്നത്. ലാക്കോപ്പറോൺ ഇൻ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ. ഇൻഡ്യൂസറിൻ്റെ ആബ്സെൻസിൽ ലാക്കോപ്പറോൺ എങ്ങനെ പ്രവർത്തിക്കുന്നു? റെഗുലേറ്ററി ജീനിൽ നിന്നും റിപ്രസർ mRNA ഉണ്ടാകും. റിപ്രസർ mRNA അടുത്ത് അത് ട്രാൻസ്ലേഷൻ പ്രോസസ്സിന് വിധേയമായിട്ട് അതിൽ നിന്നും റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാകും. റെഗുലേറ്ററി ജീന് ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസറാണ്. ഇൻഡ്യൂസറിൻ്റെ ആബ്സെൻസിൽ ഇൻഡ്യൂസറായിട്ട് ആക്ട് ചെയ്യുന്നത് നമുക്കറിയാം ലാക്ടോസ്. ഇപ്പോൾ ലാക്ടോസ് ഇല്ലാത്ത ഒരു മീഡിയത്തിൽ ഈ കോളി ബാക്ടീരിയയെ കൾച്ചർ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് ചോദിക്കുന്നത്. റെഗുലേറ്ററി ജീനിൽ നിന്നും റിപ്രസർ mRNA ഉണ്ടാകും. റിപ്രസർ mRNA ട്രാൻസ്ലേഷൻ നടന്നിട്ട് അതിൽ നിന്നും റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാകും. ഈ റിപ്രസർ പ്രോട്ടീൻ എന്ത് ചെയ്യും? ബൈൻഡ്സ് ടു ദ ഓപ്പറേറ്റർ റീജിയൻ. റിപ്രസർ പ്രോട്ടീൻ നേരെ ഓപ്പറേറ്റർ റീജിയനിൽ പോയി ബൈൻഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു ബൈൻഡിങ് നടക്കുന്നത് കാരണം RNA പോളിമറൈസ് എൻസൈമിന് പ്രൊമോട്ടർ റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം പോളിമറൈസേഷൻ, സ്ട്രക്ചറൽ ജീനിൻ്റെ പോളിമറൈസേഷൻ നടക്കില്ല. RNA പോളിമറൈസിന് ബൈൻഡ് ചെയ്യാൻ പറ്റാത്തത് കാരണം നടക്കുന്നില്ല, പോളിമറൈസേഷൻ നടക്കുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് സംഭവങ്ങൾ? റെഗുലേറ്ററി ജീനിൽ നിന്നും റിപ്രസർ mRNA ഉണ്ടാകുന്നു. റിപ്രസർ mRNAയിൽ നിന്നും റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാകുന്നു. റിപ്രസർ പ്രോട്ടീൻ നേരെ പോയിട്ട് ഓപ്പറേറ്റർ റീജിയനിൽ പോയി ബൈൻഡ് ചെയ്യുന്നു. ആ ബൈൻഡിങ് നടക്കുന്നത് കാരണം RNA പോളിമറൈസ് എൻസൈമിന് പ്രൊമോട്ടർ റീജിയനിൽ ബൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ട്രാൻസ്ക്രിപ്ഷൻ പ്രിവെൻറ്റ് ചെയ്യപ്പെടുന്നു. ഇതാണ് ഇൻ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ. ഇൻഡ്യൂസറിൻ്റെ ആബ്സെൻസിൽ. ഈ ഒരു ഡയഗ്രാം ടെക്സ്റ്റിലുള്ള ഡയഗ്രമാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇത് റിപ്രസർ mRNA ആണ്, ഇത് റിപ്രസർ പ്രോട്ടീനാണ്. റിപ്രസർ പ്രോട്ടീൻ പോയി ബൈൻഡ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ ഓപ്പറേറ്റർ റീജിയൻ. ഓപ്പറേറ്റർ റീജിയനിൽ റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ് ചെയ്യുന്നത് കാരണം RNA പോളിമറൈസ് എൻസൈമിന് പ്രൊമോട്ടർ റീജിയനിൽ ബൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ പ്രിവെൻറ്റ് ചെയ്യപ്പെടുന്നു. ഇനി ലാക്കോപ്പറോൺ ഇൻ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ. ഇൻഡ്യൂസറിൻ്റെ പ്രസൻസിൽ എങ്ങനെയാണ് ലാക്കോപ്പറോൺ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നേരത്തെ മനസ്സിലാക്കിയതാണ്. റെഗുലേറ്ററി ജീനിൽ നിന്നും റിപ്രസർ mRNA ഉണ്ടാകും. റിപ്രസർ mRNA ട്രാൻസ്ലേഷൻ നടന്നിട്ട് റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ ആരുണ്ട്? ഇൻഡ്യൂസറിൻ്റെ പ്രസൻസ് ഉണ്ട്. ഇൻഡ്യൂസറിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ഈ ഇൻഡ്യൂസറായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ലാക്ടോസ് മോളിക്യൂളാണ് ആക്ട് ചെയ്യുന്നത്. ആ ലാക്ടോസ് മോളിക്യൂൾ പോയി റിപ്രസർ പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്യും.
റിപ്രസർ പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും റിപ്രസർ പ്രോട്ടീൻ ഇനാക്റ്റീവ് ആകും. ഇനാക്റ്റീവ് റിപ്രസർ പ്രോട്ടീനിന് പിന്നെ ഓപ്പറേറ്റർ റീജിയനിൽ പോയി ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ആര് ഫ്രീ ആകും? ഓപ്പറേറ്റർ റീജിയൻ ഫ്രീ ആകും. അപ്പോൾ RNA പോളിമറൈസ് എൻസൈം വന്ന് പ്രൊമോട്ടർ റീജിയനിൽ ബൈൻഡ് ചെയ്യും. ആ ബൈൻഡിങ് നടക്കുന്നത് കൊണ്ട് അടുത്ത പോളിമറൈസേഷൻ നടക്കും. ലാക്ക് mRNAയുടെ പോളിമറൈസേഷൻ നടന്നിട്ട് ലാക്ക് mRNAയിൽ നിന്നും ലാക്ക് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ബീറ്റാ ഗാലക്ടോസിഡേസ്, പെർമിയേസ്, ട്രാൻസ്-അസറ്റിലേസ് അങ്ങനത്തെ ലാക്ക് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഡയഗ്രാം നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്യുക. ഇവിടെ റിപ്രസർ mRNAയിൽ നിന്നും റിപ്രസർ പ്രോട്ടീനിൽ പോയി ഇൻഡ്യൂസർ ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ റിപ്രസർ പ്രോട്ടീൻ ഇനാക്റ്റീവ് ആകുന്നു. ഇനാക്റ്റീവ് ആയിട്ടുള്ള റിപ്രസർ പ്രോട്ടീനിന് ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പ്രൊമോട്ടർ റീജിയനിൽ പോളിമറൈസ് എൻസൈം ഒന്ന് ബൈൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ RNA പോളിമറൈസ് എൻസൈം പോളിമറൈസേഷൻ നടത്തിയിട്ട് ലാക്ക് mRNA ഉണ്ടാകും. ലാക്ക് mRNAയിൽ നിന്നും ബീറ്റാ ഗാലക്ടോസിഡേസ്, പെർമിയേസ്, ട്രാൻസ്-അസറ്റിലേസ് എന്ന് പറയുന്ന 3 ലാക്ക് പ്രോട്ടീൻസും സിന്തസൈസ് ചെയ്യപ്പെടും. ഈ ഒരു ഡയഗ്രാം തന്നിരുന്നിട്ട് ഈ ഡയഗ്രത്തിൽ പലതും ഈ എൻസൈംസിൻ്റെ പേരൊക്കെ ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിരുന്നിട്ട് അല്ലെങ്കിൽ ABC എന്ന് കൊടുത്തിരുന്നിട്ട് എൻസൈമിൻ്റെ പേരെഴുതാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ തന്നെ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ തന്നിട്ട് പ്രസൻസ് ഓഫ് ഇൻഡ്യൂസറിലേക്ക് ഡയഗ്രാം മാറ്റി വരയ്ക്കാനുള്ള ക്വസ്റ്റ്യനും ചോദിക്കാവുന്നതാണ്. ഇനി അടുത്തത് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റാണ്. അപ്പോൾ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ നമുക്ക് പ്രധാനമായിട്ടും 3 അബ്രിവേഷൻസിൻ്റെ എക്സ്പാൻഷൻസ് മാത്രമേ പഠിക്കാനുള്ളൂ. എന്ത്? HGP എന്താണ്? ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ഇനി BAC അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോംസ്. YAC ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. അപ്പോൾ ഈ 3 അബ്രിവേഷൻസും അത് എക്സാമിന് ഫുൾ ഫോം എഴുതാനായിട്ട് ചോദിക്കാം. HGPയും BACയും YACയും. HGP ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്, BAC ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോംസ്, YAC ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോംസ്. ഇനി അടുത്തത് DNA ഫിംഗർ പ്രിൻറ്റിംഗ് ആണ്. അപ്പോൾ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിന് 6 സ്റ്റെപ്പുകളുണ്ട്. ഈ 6 സ്റ്റെപ്പുകളും നന്നായിട്ട് പഠിക്കേണ്ടതാണ്. ഇത് ഡിസോർഡർ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് ആക്കിയിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. എന്താണ് സ്റ്റെപ്പുകൾ? ഐസൊലേഷൻ ഓഫ് DNAയെ ഐസൊലേറ്റ് ചെയ്തെടുക്കുക, എന്നിട്ട് അതിനെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ച് അതിനെ കട്ട് ചെയ്യുക, എന്നിട്ട് അതിനെ കട്ട് ചെയ്ത ഫ്രാഗ്മെൻസിനെ ഇലക്ട്രോഫോറസിസ് ഉപയോഗിച്ച് ടെക്നിക്ക് ഉപയോഗിച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്യുക. സെപ്പറേറ്റ് ചെയ്ത ഫ്രാഗ്മെൻസിനെ ഒരു പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ബ്ലോട്ടിംഗ് പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, നൈട്രോസെല്ലുലോസോ നൈലോണോ പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് നേരത്തെ തയ്യാറാക്കിയ VNTR പ്രോബുമായിട്ട് അതിനെ ഹൈബ്രിഡൈസ് ചെയ്യുക. എന്നിട്ട് ആട്ടോ റേഡിയോഗ്രഫി ടെക്നിക്ക് ഉപയോഗിച്ച് ഹൈബ്രിഡൈസ്ഡ് DNA ഫ്രാഗ്മെൻസിനെ കണ്ടെത്തുക. ഈ 6 പോയിൻറ്സും നന്നായിട്ട് ബൈഹേർട്ട് ചെയ്യേണ്ടതാണ്. ഐസൊലേഷൻ ഓഫ് DNA, ഡൈജഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ്, സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ് ബൈ ഇലക്ട്രോഫോറസിസ്, transferring of separated DNA fragments to synthetic membranes such as nitrocellulose or nylon, hybridization using labeled VNTR probe, detection of hybridized DNA fragments by autoradiography. ഇനി ഇതിൻ്റെ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ എഴുതാനുള്ള ക്വസ്റ്റ്യനും ചോദിക്കാം. എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ട്? DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഹാസ് ഫോറൻസിക് ആപ്ലിക്കേഷൻസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പവർഫുൾ ടൂൾ ടു സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് പെറ്റേണിറ്റി, റേപ്പ്, മർഡർ എറ്റ്സെട്ര. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡിറ്റർമിനിങ് പോപ്പുലേഷൻ ഡൈവേഴ്സിറ്റീസ് ആൻഡ് ജനറ്റിക് ഡൈവേഴ്സിറ്റീസ്. അപ്പോൾ ഈ ഒരു 3 പോയിന്റുകളും DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷനും നന്നായിട്ട് കാണാതെ പഠിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്കിൽ വരുന്നത്. ഫോർ വീഡിയോ ലെസൺസ് പ്ലീസ് സബ്സ്ക്രൈബ് TLP's ബയോളജി ക്ലാസ്സസ്. താങ്ക് യു.